ഹലോ നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളതൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ന് ഹെയർ കെയറിന് ആവശ്യമായുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഉലുവയും കഞ്ഞിവെള്ളവുമാണ്. അപ്പോൾ തലേദിവസത്തെ ഒരു പാത്രം കഞ്ഞിവെള്ളത്തിൽ ഒരു 1.5 സ്പൂൺ ഉലുവയിട്ട് നമ്മൾ തലേദിവസം വെച്ചിരുന്നതാണ്. അത് പിറ്റേ ദിവസം രാവിലെ എടുത്തപ്പോൾ നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അതിനായിട്ട് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെമ്പരത്തിപ്പൂവാണ്. നമുക്ക് കളക്ട് ചെയ്യാവുന്നതിൻ്റെ അത്രയും കളക്ട് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നൊരു 8 ചെമ്പരത്തിപ്പൂവോളം എടുത്തിട്ടുണ്ട്. അത്രയും നമ്മളെ കയ്യെത്തിപ്പറിക്കാവുന്ന ദൂരത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം ചെമ്പരത്തിപ്പൂവിൻ്റെ ഓരോ ഇതളായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുവാണ്. കാരണം അതിൻ്റെ പൂമ്പൊടിയൊന്നും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതൾ മാത്രം എടുത്ത് നമ്മളെ കഞ്ഞിവെള്ളത്തിൻ്റെ ഉലുവയും കൂടെ മിക്സ് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നമ്മൾ അടിച്ച് എടുക്കുന്ന രീതിയാണ് കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഇത് എല്ലാത്തിനോട് മിക്സ് ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റത്തോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടെ അതിനകത്ത് നന്നായിട്ട് ഇഴുകി ചേർന്നിരിക്കും. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒരു നല്ല കോട്ടൺ തുണിയുണ്ടോ അല്ലെങ്കിൽ സിൽക്കിൻ്റെ തുണിയുണ്ടോ എന്തായാലും നിങ്ങളുടെ സൗകര്യാർത്ഥം എടുത്ത് നന്നായിട്ട് അരിച്ച് പിഴിഞ്ഞ് മാറ്റി വെക്കുക. കാരണം ഒരു തരം പോലെ പൊടികളൊക്കെ ഉണ്ടാവും. നമ്മൾ അരിച്ചാലും പൊടികളുണ്ടാവും കുറേശ്ശെയൊക്കെ. എന്നാലും ഒരുപാട് തലയിലിരുന്ന് കഴിഞ്ഞാൽ താരൻ വരാനുള്ള സാധ്യതകളുണ്ട്. അരിച്ചെടുത്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് അരിച്ച് പിഴിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം വേണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്ത് നമുക്ക് തലയിൽ തേക്കാം. അതല്ലെങ്കിൽ എണ്ണ തലയിൽ തേച്ചതിന് ശേഷം ഈ മിക്സൃതം നമുക്ക് തലയിൽ തേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് മോളുടെ മുടിയാണ്. ആകെ വശം കെട്ട് കിടക്കുകയാണ്. പുള്ളിക്കാരത്തെ തനിയെ കുളിയൊക്കെ ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം എണ്ണയൊക്കെ എടുത്ത് ഒന്ന് മെരുക്കി പെടാപ്പാട് പെടുകയാണ്. ഈ കുഞ്ഞിൻ്റെ മുടിയാകുമ്പോൾ നമുക്ക് നേരെ തേച്ച് കൊടുക്കണം നിർബന്ധമില്ല. കാരണം കഴുകി കളയുമ്പോൾ അത്ര പാടായിരിക്കും. ഈ ഉലുവയാകുമ്പോൾ പേസ്റ്റ് കുറച്ച് നേരം ഇരിക്കുന്നത് കൊണ്ട് തന്നെ തലയിൽ പറ്റി പിടിച്ചിരിക്കാനുള്ള സാധ്യതകളുണ്ട്. തല കുനിച്ചിട്ടിട്ട് മുടി കുനിച്ചിട്ടിട്ട് തലയിൽ തേച്ച് കൊടുത്ത് ഒരു 20 മിനിറ്റത്തോളം തലയിലിരിക്കത്തക്ക വിധി. നീർവീഴ്ചയൊന്നും ഉണ്ടാവത്തില്ല, തലവേദനയൊന്നുമില്ല എന്ന ഉറപ്പുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റോളം കുഞ്ഞിൻ്റെ തലയിലിരിക്കാൻ വെക്കുക. 10 വയസ്സിന് മേളിലോട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രം ഇത് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. കാരണം കുഞ്ഞു മക്കൾക്കൊന്നും ചിലപ്പോൾ ഇത് പിടിച്ചെന്ന് വരില്ല, പനിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. 10 വയസ്സിന് മേളിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് തേച്ച് കൊടുത്താൽ മതി. അതുപോലെ നീർവീഴ്ചയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ തലവേദനയൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കുഞ്ഞുങ്ങൾക്ക്, അതായത് 10 വയസ്സിന് മേളിൽ അവർക്ക് ഇത് തേച്ച് ഒരു 5 മിനിറ്റ് അതിനുശേഷം കഴുകി കളയാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഹെയർ സംരക്ഷണം എന്ന് പറയുന്നത്. ഇതാണ് കുളിച്ച് കഴിഞ്ഞുള്ളതും ഇത് മുടി ഉണങ്ങിയതിന് ശേഷം. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം.